ആരാ നിങ്ങളൊക്കെ? ചേട്ടാ ഒന്നും പറയട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും വരണ്ടെന്ന്. പതുക്കെ പതുക്കെ മുന്നേ പ്ലീസ് നോക്കി ഓടിക്കേ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ പറയുന്നേ? നീ വണ്ടി കണ്ണു നോക്ക്. എടോ ലൂക്ക, റിസൾട്ട് എൻ്റെ റൂമിലേക്ക് എത്തിച്ചു. ആള് കോൺഷ്യസ് ആണ്, പേടിക്കാനൊന്നുമില്ല. മൈനർ ഇഞ്ചുറീസേ ഉള്ളൂ. എന്താ ആക്ച്വലി ഉണ്ടായത്? ലൂക്ക പെട്ടെന്നൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞപ്പോഴത്തേക്കാണ്. ഞാൻ എന്തായാലും സെഡേഷന് പറഞ്ഞിട്ടുണ്ട്, ആളെന്ന് ഉറങ്ങട്ടെ. ലൂക്ക ആക്ച്വലി നെക്രോഫോബിക് ആണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇന്ന് രാത്രി ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. എന്തായാലും ഒരു സ്കാൻ എടുക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നാളെ തീരുമാനിക്കാം. ഓക്കെ. ഈ സംഭവം ന്യൂസൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ? ചാനലിൽ സ്ക്രോൾ കണ്ടു. അവന്മാരാരെങ്കിലും വിളിച്ചു നോക്കിയോ? കോളേജിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയായിരുന്നു. എൻ്റെ ഫോണൊക്കെ ഇന്നലെ സ്വിച്ച് ഓഫ്. എവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. അകത്തെ കിടപ്പ് ഭയങ്കര ശോകമാണ്. ഒടുക്കത്തെ തണുപ്പും ഈ കീക്കി ശബ്ദവും എൻ്റെ തലയൊക്കെ പെരുത്ത് വരുന്നുണ്ടായിരുന്നു. ഇവിടെ അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നീ സെറ്റിലായി ഒട്ടനെ തിരിച്ച് താഴേക്ക് ചെല്ലാമെന്നുള്ള ഉറപ്പില്ലാന്ന് വംശന. നമുക്ക് ആരോടും പറയാതെ മുങ്ങിയാലോ? എന്തിനു? ഉച്ച വരെയുള്ള കാര്യമല്ലേ, നമുക്കത് കഴിഞ്ഞിട്ട് പോവാം. ലൂക്കയുടെ സ്കാൻ റിസൾട്ട് ആയിട്ടില്ല മാം. ഡോക്ടർ കാണാൻ പറഞ്ഞു. ഡോക്ടർ റൂമിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞ ഫോബിയുടെ പ്രശ്നമല്ലാതെ വേറെ എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ലൂക്കയ്ക്കുള്ളതായിട്ട് അറിയാമോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ലൈക്ക് സൈക്ലിംഗ്, ജോഗിങ്. അപ്പോൾ ഫിസിക്കലി ഒക്കെ ഫിറ്റാണ്. ഡു യു ഫൈൻഡ് എനി സിംറ്റംസ് ഓഫ് മൈഗ്രെയിൻ അല്ലെങ്കിൽ മെമ്മറി ലോസ് ഏതും കണ്ടിട്ടുണ്ടോ? ഈ ഫോബിക് ആവുന്ന സമയത്ത് ചെറുതായിട്ട് ബ്ലാക്ക് ഔട്ട് വരാറുണ്ട്. ബട്ട് അതെന്താ കുഴപ്പമൊന്നുമില്ല. ഇത് ഡോക്ടർ സുദർശൻ, നമ്മുടെ ഹോസ്പിറ്റലിലെ സീനിയർ ഓൺകോളജിസ്റ്റാണ്. പേഷ്യൻ്റെ പേര് കണ്ടപ്പോഴാണ് ആളെ ഐഡൻറ്റിഫൈ ചെയ്തത്. ലൂക്കയുടെ അമ്മയെ ട്രീറ്റ് ചെയ്തതും സാർ തന്നെയാണ്. വി ഫൗണ്ട് സംതിങ് ഇൻ ദ സ്കാൻ. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ് ഡോക്ടർ സുദർശനെ കാണിച്ചത്. എന്താ ഡോക്ടർ, എന്താ കണ്ടത്? ലൂക്ക, ഇതിനാ നീ എന്നെ പറഞ്ഞു വിട്ടത്? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നറിയില്ലേ? നിനക്ക് പറ്റുമോ? അടുത്ത മഴക്കാലത്ത് ഒരുപാട് നേരം ഒരുമിച്ച് നിന്ന് മഴ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ ഒറ്റയ്ക്ക് ആ മഴയത്തേക്ക് തള്ളിവിട്ടത്?
10 ദിവസമായി ലൂക്ക. പലതവണ ഞാനങ്ങ് വരാനിറങ്ങിയതാ. പക്ഷെ ഒരിക്കൽ കൂടി നീ വാതിലടച്ച ചത്തു. ഇനി നീ വാ ഇങ്ങോട്ട്. എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കണം, ആ താടി പിടിച്ച് വലിക്കണം, നിർത്താതെ ഒരുപാട് ഉമ്മ വയ്ക്കണം. എല്ലാം മറക്കാൻ അതുപോലെ. നീ വരുമെന്ന് എനിക്കറിയാം. I'll be waiting. Missing you like hell. Neha. പൂച്ചേ, സാറേ, പൂച്ചേ, സാറേ, 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 ആ പൂച്ച. കിറ്റി, 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 കിറ്റി. മോളെ, ആ പൂച്ച ചത്തു. എന്തോ പറ്റിയതാണാവോ? അതിനും അടുത്തിട്ടുണ്ടാവും. എടാ, നമുക്ക് ആദ്യം ഫാത്തിമ ഹോസ്പിറ്റൽ വരെ പോകാം. അവിടെ ഒരു ഡോക്ടർ ഫ്രാൻസിസ് ഉണ്ട്, അങ്ങേരെ ഒന്ന് കാണണം. ഓക്കെ സാർ. പിന്നെ ഞാൻ അയച്ച മെസ്സേജ് കിട്ടിയില്ലേ? ആ, കിട്ടിയായിരുന്നു. എന്തായി ബാൻഡിൻ്റെ കാര്യം? സാറേ, ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരൊരു സൗത്ത് ഇന്ത്യൻ ടൂർ ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിലാന്നാണ് പറഞ്ഞത്. ഒരു ഉച്ചയോടെ സിറ്റിയിലെത്തും. എത്തിയ ഉടനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാറെന്നാലും ഒരുപാട് ലേറ്റായി തോന്നുന്നല്ലേ കിടന്നപ്പോൾ? ലേറ്റായി. ഡയറി മുഴുവൻ വായിച്ചു തീർന്നു? വായിച്ചു തീർന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ.